ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറായ ജോഷി കൂടി നമ്മുടെ കൂടെ ഒപ്പമുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോഷി, DFO ഉടനെ എത്തുമോ? എവിടെയായി എന്ന് വിവരം ലഭിച്ചോ? DFO ഉടനെ എത്തുമെന്നാണ് ഇവിടെ ഇപ്പൊ തഹസിൽദാരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആണ് എത്രയും പെട്ടെന്ന് എത്തും. അതിനുശേഷം ഇതിനകത്തൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം അത് DFO ആണ് പറയേണ്ടത് എന്നാണ് തഹസിൽദാർ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ദൃശ്യം ഇവിടെ കാണുന്നുണ്ട്. അതായത് പോസ്റ്റിന് മുകളിൽ ഒരാൾ ലൈറ്റ് സ്ഥാപിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ വഴിവിളക്കുകളൊന്നും തീരെ ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണല്ലേ? വഴിവിളക്കുകളെല്ലാം ഡാമേജ് ആയി പോയിരുന്നു. അതിനുശേഷം അതിന്റെ മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രതിഷേധം ഉയർത്തുന്ന നാട്ടുകാര് നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾ മാത്രമല്ല, വൈദികര്, അതുപോലെ നാനാ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, ജനങ്ങൾ കൂട്ടിയിരുന്ന ജനങ്ങളുടെ ആവശ്യം നാളുകളിൽ ഇങ്ങനെ ഒരു അപകടം, ഒരു മരണം ഇല്ലാതിരിക്കാനുള്ള രീതിയിലുള്ള ഫെൻസിങ് സംവിധാനവും ട്രെഞ്ചുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനവാസ മേഖലയോട് ചേർന്ന് നടക്കുന്ന ഫോറസ്റ്റ് ഏരിയയിൽ ആ ഫോറസ്റ്റിലുള്ള വന്യമൃഗങ്ങളെ ഫോറസ്റ്റ് തന്നെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിനും സംവിധാനങ്ങൾക്കും ഉണ്ട്. അത് നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇദ്ദേഹത്തിന്റെ വീടും ഇതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നോ? അതായത് ഉരുളൻതണ്ണിയിൽ നിന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ക്ലാച്ചേരി എന്ന് പറയുന്ന ഒരു 60ഓളം കുടുംബങ്ങൾ വസിക്കുന്ന ഒരു ചെറിയ ഒരു ഏരിയ. അവിടെയാണ് ഇയാള് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പോയതിനു ശേഷം ബസ്സിൽ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ് അദ്ദേഹം കാട്ടനാട് മുമ്പിൽപ്പെട്ട് ഈ ആക്രമണത്തിനിരയായി മരണപ്പെട്ടത്. ശരി, എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നറിയുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾ വീണ്ടും എത്തുന്നുണ്ടല്ലേ ആ പ്രദേശത്തേക്ക്? ആളുകൾ മുഴുവൻ വന്യമൃഗ ശല്യത്തിന്റെ ഈ തീക്ഷ്ണ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഇവിടെ നടത്തുന്ന ഇതിന് ശേഷം ഈ വന്യമൃഗ ശല്യം മൂലം ആളുകൾ മരണപ്പെടുമ്പോൾ നടത്തുന്ന സമരങ്ങളെ പോലും സർക്കാർ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കോതമംഗലത്ത് ഈ കാഞ്ഞിരമൂലയിലുണ്ടായ ഒരു ഇന്ദിരാ അമ്മച്ചിയുടെ മരണത്തിൽ ഞാനടക്കം അതിൽ പ്രതിയാണ്. ആ ഒരു പ്രതികരിച്ചതിന്റെ പേരിൽ ഇവിടെയും ഇതുപോലെ നമ്മളെ പ്രതികരിക്കുന്ന ആളുകള് കേസെടുത്തുകൊണ്ട് അവരെ കേസിൽ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പ്രതികരിക്കാനൊക്കെയുള്ള ആളുകളുടെ ആ ഒരു വൈകാരികമായ ആളുകൾ പിന്നോട്ട് അടുപ്പിക്കുന്ന സംവിധാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. ഇതിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അതെ, ആ ഇന്ദിര എന്ന അമ്മയുടെ മരണം, അതിനെക്കുറിച്ചല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? അത് ഓർമ്മയുണ്ട്, വലിയ രീതിയിൽ ചർച്ചയായതാണ്. അന്നും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉറപ്പുകൾ വേണം എന്ന് പറഞ്ഞല്ലോ. സംസാരം പലതും ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചോ? അതിന് ആ ഒരു സംഭവത്തിലാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് സ്പോട്ടിൽ 10 ലക്ഷം രൂപ കൊടുത്ത് ആ ഒരു നമ്മളൊരു ഒരു പ്രതിഷേധം അത്രമേറെ വൈകാരികമായി നടത്തിയതുകൊണ്ട് മാത്രമാണ് ആ ഒരു കുടുംബത്തിന് ആ സമയത്ത് പൈസ കിട്ടിയത്. അതിനും ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പിണർക്കുടി എന്ന സ്ഥലത്ത് ഇന്ന് മരിച്ചിരിക്കുന്ന ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് പിണർക്കുടി. അവിടെ 1 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആദിവാസി യുവാവ് ഇതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്ക് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു കുളിക്കാൻ പോയപ്പോൾ. അന്നും DFOയും അതുപോലെ സംവിധാനങ്ങളെല്ലാം പറഞ്ഞു എത്രയും പെട്ടെന്ന് പിറ്റേ ദിവസം അന്ന് തന്നെ 1 ലക്ഷം കൊടുക്കും, പിറ്റേ ദിവസം ബാലൻസ് 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എത്രയോ നാളുകൾ കഴിഞ്ഞാണ് പൈസ കിട്ടിയിട്ട് അന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോയതാണ്. നമ്മൾക്ക് ആ ഏരിയ പിണർക്കുടിയിലെ ജനവാസ മേഖലകൾ മുഴുവൻ ട്രെഞ്ച് എത്രയും പെട്ടെന്ന് അടിയന്തരമായി പണിയാമെന്ന് പറഞ്ഞിട്ട് ഇത് ഇന്നേക്കിപ്പോൾ 1 വർഷത്തിൽ 1.5 വർഷത്തോളം ആവുന്നു. ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ വാഗ്ദാനങ്ങൾ എന്നാൽ നടപ്പിലാക്കി കിട്ടണം. വാഗ്ദാനങ്ങൾ മാത്രമായി നിലനിൽക്കരുത്. ഓരോ സമയത്തും ഓരോ അപകടങ്ങൾ വരുമ്പോൾ കളക്ടർ വരുന്നു, DFOമാർ വരുന്നു, ജനപ്രതിനിധികൾ വരുന്നു, ചർച്ച ചെയ്തതിനു ശേഷം ഈ കാര്യങ്ങൾ നടപ്പിലാവുന്നില്ല. കാര്യങ്ങൾ നടപ്പിലാവുകയാണെങ്കിൽ ഇനിയും മരണങ്ങൾ ആവർത്തിക്കാതിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നടപ്പിലാകണം, ഫെൻസിങ് ഉണ്ടാവണം, അതുപോലെ ട്രെഞ്ച് സംവിധാനങ്ങൾ നടപ്പിലാക്കണം, അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ഇവിടെ കൂടുന്ന രോഷാകുലമായ ജനഘട്ടം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അതിനകത്ത് രാഷ്ട്രീയമില്ല, കക്ഷിയില്ല, മതമില്ല, ഒന്നുമില്ല. ഒരു 10-25ഓളം വൈദികർ, ഇവിടെയുള്ള മുഴുവൻ വൈദികർ ഇവിടെ വന്നിട്ടുണ്ട്. ജനങ്ങൾ മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ ഒരു ആവശ്യം മാത്രം മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്.